ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജിയുടെ റിവിഷനാണ്. ഇതിനു മുമ്പ് നമ്മൾ കേരള റിനൈൻസസിൻ്റെ ഒരു റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുക, കാണുക. ദെൻ മെത്തഡോളജിയെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് മെത്തഡോളജിയുടെ എല്ലാ ക്ലാസ്സസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെത്തഡോളജിയുടെ മൊത്തത്തിൽ വരുന്ന മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു മൊത്തത്തിലൊരു റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈസിയാണ്. മെത്തഡോളജി 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവിഷൻ സെഷനിലോട്ട് പോവാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർ നമ്മുടെ HSA എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ജനറൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കണ്ടൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് എങ്ങനത്തെ ക്ലാസ് റൂമാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. അതിന് മുമ്പ് നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂം ഉണ്ട്, ദെൻ ടീച്ചേഴ്സ് സെൻട്രിക് ക്ലാസ് റൂമുകളുണ്ട്, പിന്നെ നമുക്ക് എന്ത് പറയാം, ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചസ് എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ജനറലായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്. അതൊരു ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂമാണ് ട്രഡീഷണൽ ക്ലാസ് റൂം. നമ്മുടെ മുമ്പത്തെ അല്ല, നമ്മുടെ പാരൻസ് എല്ലാം പഠിച്ചൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മേ ബി ട്രഡീഷണൽ ക്ലാസ് റൂം ആയിരിക്കും അല്ല. ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നു, അവിടെ പ്രത്യേകിച്ച് ടീച്ചിങ് എയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു ലെക്ചറിങ് മെത്തേഡ് പോലെ പോകുന്നൊരു രീതിയാണ് ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് അല്ല. ഇറ്റ് റെഫേഴ്സ് ടു യുവർ ടീച്ചേഴ്സ് സെൻറ്റേർഡ് ക്ലാസ് റൂം ആണ്, വെർ ദ ടീച്ചർ സിംപ്ലി ബ്രിങ്സ് ഫോർവേഡ് ദി ലെസൺ വിത്തൗട്ട് യൂസിങ് എനി ഇഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ്. പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ടീച്ചർ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്ത് പോകുന്നൊരു രീതിയാണ്. അത് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ NCFലെല്ലാം പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസമാണ് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല. ഇറ്റ് റെഫേഴ്സ് ടു എ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം. നോക്കി, അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താണത്? ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം. ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്? കുട്ടികൾക്കാണ് കേട്ടോ. വെർ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദി ലേണിംഗ് പ്രോസസ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് നോളജ്. ഇവിടെ കുട്ടികൾ ആ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു, അതിലൂടെ അവർ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ കൺസ്ട്രക്റ്റിവിസം ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസിന് എന്താണ് മെയിൻ റോൾ? ആരാണ് ഇവിടെ? ചിൽഡ്രൻസ് ആണ്, അല്ലെങ്കിൽ കുട്ടികളാണ്. ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വരുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ. ഈ ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂം ഇതും എന്ത് തന്നെയാണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് teachers in the classroom or learning process while the learners passively listen to the ടീച്ചർ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത്? ടീച്ചേഴ്സിനാണ് ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പാസീവ്ലി ലിസൺ ടു ദി ടീച്ചർ. എന്താ പറയുന്നത്? ജസ്റ്റ് പാസീവായിട്ട് ലിസൺ ചെയ്യുന്ന രീതിയാണ് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് സെൻട്രിക് ക്ലാസ് റൂമാണ്. ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, ഈ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തത് ഏതായാലും ഇപ്പോൾ നമ്മുടെ രീതി എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. സോ ഇതിൽ പറയുന്ന മെയിൻ കാര്യങ്ങൾ എന്താണ്? സെൽഫ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ കരിക്കുലം എന്താണ്? ഫ്ലെക്സിബിൾ കരിക്കുലം ആണെങ്കിൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ പോസിബിൾ ആവത്തുള്ളൂ അല്ലേ. ദെൻ വേരിഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതിയിൽ പകരം കുറേ മെത്തേഡ്സ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് രീതി. സോ വേരിഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ദെൻ ലേണിംഗ് എക്സ്പീരിയൻസ്, അവർ ലേണിംഗ് ടാസ്ക് ആയിക്കോട്ടെ, അവർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസും ടാസ്ക്സ് എല്ലാം കൊടുത്തുകൊണ്ടുള്ളതാണ് അല്ലേ. ദെൻ വേരിഡ് ലേണിംഗ് ടൈം, വേരിഡ് മെത്തേഡ്സ് ഓഫ് അസസിങ് ചിൽഡ്രൻസ് പ്രോഗ്രസ്. കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ് നോക്കുന്നത്? സാധാരണ മുമ്പൊക്കെ എങ്ങനെയാണ്? ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു എക്സാം കഴിഞ്ഞു, ആ പാസ് ഫീൽ കഴിഞ്ഞു. ഇപ്പം അങ്ങനെയാണോ? അല്ല, അവരെ കറക്റ്റായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യുക, അങ്ങനെ ഒരു രീതിക്കാണല്ലോ. സോ ഇവിടെ മെത്തേഡ്സ് ഓഫ് അസസിങ് ചിൽഡ്രൻസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് വെറൈറ്റീസ് ഓഫ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സോ അതും നമുക്ക് ഈ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിൻ്റെ പ്രത്യേകതയാണ്. ദെൻ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമുക്കറിയാം ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നത്. അല്ല, കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സോ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്കിവിടെ പ്രിഫർ ചെയ്യാം. ദെൻ ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷൻ, അതിലും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സിംപ്ലി ഒരു രീതിക്കല്ല
വെറൈറ്റി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഡെമോൺസ്ട്രേഷൻ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ചുമ്മാ ടീച്ചർ ജസ്റ്റ് പറയുന്ന രീതിക്കല്ലാതെ പകരം ഇപ്പോൾ എന്താണ് 3D ആയിട്ട് സംഭവങ്ങൾ കാണിക്കാം, ഗ്രാഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാം, വേറെ എയ്ഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യും. സോ ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കേണ്ടത് ഇൻഡക്റ്റീവ് റീസണും ഡിഡക്റ്റീവ് റീസണും. നമ്മുടെ എക്സാം പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ റിവിഷനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണും ഡിഡക്റ്റീവ് റീസണും നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷനിൽ എത്തുവാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. അതായത് സ്പെസിഫിക് ടു ജനറൽ. ഓക്കെ, സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ അതെന്താണ്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഓരോരോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനുശേഷം ഒരു കൺക്ലൂഷനിൽ എത്തിക്കുകയാണെങ്കിൽ അതെന്താണത്? ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ട് അതിനുശേഷം ജനറലൈസേഷനിൽ എത്തുവാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അതേ തിരിച്ച് അതായത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറലിൽ നിന്നും സ്പെസിഫിക്കോട്ട് എത്തുന്നതാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. മിക്കവാറും എല്ലാവരും DGP എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. DGP ശരിയാണ്, ജനറൽ ടു പെർട്ടിക്കുലർ അല്ലേ. അപ്പോൾ ഡി മീൻസ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ജനറൽ ടു പെർട്ടിക്കുലർ. അപ്പോൾ ജനറൽ നിന്ന് പെർട്ടിക്കുലറിലോട്ട് പോവുകയാണെങ്കിൽ അതെന്താണ്? ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇതെന്താണെന്ന് പറയാം? അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കണം, എക്സാമിന് ചോദിച്ച് കാണുന്നുണ്ട്. ആ പറഞ്ഞ സംഭവം തന്നെയാണ്. സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നും ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് ആണ്. ദെൻ തിരിച്ച് ജനറലിൽ നിന്നും സ്പെസിഫിക്കോട്ട് പോവുകയാണെങ്കിൽ അത് ഡിഡക്റ്റീവ് ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പോയിന്റ്സ് നോട്ട് ചെയ്താലും മതി. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസും അതുപോലെ തന്നെ കുട്ടികളുടെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഫോർ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഇവിടെ കൊളാബറേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലേണിംഗ് ആസ് ഒപ്പോസിറ്റ് ടു റോട്ട് ലേണിംഗ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? റോട്ട് ലേണിങ്ങിന് ഈ പറഞ്ഞ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഫ്ലെക്സിബിൾ ടൈം ടേബിൾ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ ടൈം ടേബിൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സീറ്റിംഗ് ഇറങ്ങി ഇവിടെ തന്നെ ഇരിക്കുന്ന ഇവിടുത്തെ അങ്ങനെ ഒരു രീതിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആയിക്കോട്ടെ, ടൈം ടേബിൾ ആയിക്കോട്ടെ, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയാണ് ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. എംഫസിസ് ഓൺ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സോഷ്യൽ സ്കിൽ. അപ്പോൾ ലൈഫ് ലോങ് ലേണിംഗും സോഷ്യൽ സ്കിൽസുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ എംഫസൈസ് ചെയ്യുന്നതിന് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം ബേസ്ഡ് ഓൺ തീമാറ്റിക് യൂണിറ്റ്സ്. അപ്പോൾ കുറച്ച് തീമാറ്റിക് യൂണിറ്റ്സിന് ഫോക്കസ് ചെയ്തിട്ട് കരിക്കുലം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയാണ്. എംഫസിസ് ഓൺ പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡി എംഫസൈസസ് ഓൺ ടെക്സ്റ്റ് ബുക്ക്, എംഫസൈസസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റ് ബുക്ക് മാത്രം, ഒറ്റ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയല്ല. പകരം എന്താണ്? ഇവിടെ റോട്ട് ലേണിങ്ങിനും എന്ത് ചെയ്യുന്നില്ല? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പകരം എംഫസൈസസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. അപ്പോൾ നമുക്ക് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബുക്കിലൂടെ മാത്രം കിട്ടുന്നതാണോ? അല്ല, മറ്റു കുറേ റിസോഴ്സിനെ കണക്ട് ചെയ്ത് കുറച്ച് വായിക്കാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ ഈ പറഞ്ഞ പോയിന്റ് കേട്ടോ, കൊളാബറേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ് ആസ് ഒപ്പോസിറ്റ് ടു റോട്ട് ലേണിംഗ്, ഇത്ര മതി. ദെൻ ഇത് ഈ ഒരു 2 പോയിന്റും കൂടി കേട്ടോ. ഡി എംഫസിസ് ടെക്സ്റ്റ് ബുക്കിന് ഡി എംഫസിസ് ചെയ്യുന്നുണ്ട്. എംഫസിസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്, ദെൻ എംഫസിസ് ഓൺ പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ ഒരു 4 പോയിന്റും ഈ ഒരു 4 പോയിന്റും പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇ ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ഈസ് ഓഫേർഡ് ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗ്. അത്ര നമ്മൾ ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ പഠിക്കില്ലേ, അതിനാണ് ഈ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇ ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ത്രൂ ദി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന രീതി ഓർത്താൽ മതി. ഇറ്റ് റെഫേഴ്സ് ദ മോഡേൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വെർ എഡ്യൂക്കേഷൻ ഈസ് ഓഫേർഡ് ത്രൂ. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ത്രൂ ദി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതർ ഡിജിറ്റൽ ഡിവൈസസിലൂടെ
ചെയ്യുന്നൊരു രീതിയാണ് ഇ ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിസൈൻ ടു അഡ്രസ് ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻസ്. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസിൻ്റെ സ്പെസിഫിക് നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. സീക്വൻഷ്യൽ ഓർഡർ ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നീഡ്സ് അസസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യണം? ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ സെലക്ഷൻ ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസസ്, ഇവാലുവേഷൻ ഓഫ് ദി കരിക്കുലം. അപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് സീക്വൻഷ്യൽ ഓർഡറാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓർഡറാണ്, കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുകയാണേ. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് നീഡ്സ് അസസ് ചെയ്യുക, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുന്നു, അവസാനം എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ ഓഫ് ദ കരിക്കുലം. ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. കരിക്കുലം ഡെവലപ്മെൻറ്റ് സീക്വൻഷ്യൽ ഓർഡർ എന്ന് കാണാറുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ CTET ലെവലിലൊക്കെ ചോദിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മുടെ ടീച്ചറുടെ റോൾ അല്ലേ. അപ്പോൾ ടീച്ചറുടെ റോൾ എന്ന് ഞാൻ പറഞ്ഞു, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റർ. NCF പ്രകാരം തന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്ന റോളിന് ഫെസിലിറ്റേറ്റർ ആണ്, ടീച്ചർ ഒരു പ്ലാനറാണ്, ടീച്ചർ ഒരു ലീഡറാണ്, ടീച്ചറുടെ റോളിന് മാനേജർ റോളുണ്ട്, കൗൺസിലറാണ്, ദെൻ ക്രിയേറ്റർ. ആ ഒരു വാക്ക് മേ ബി പുതിയതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ NCF 2005 പറയുന്നുണ്ട് സീസ് ടീച്ചർ ആസ് ക്രിയേറ്റർ ഓഫ് നോളജ്. അപ്പോൾ നോളജിൻ്റെ ക്രിയേറ്റർ എന്നും ടീച്ചറെ അറിയുന്നുണ്ട് കേട്ടോ. ആൻഡ് സംടൈംസ് റെഫേർഡ് ടു ആസ് ദി നോളജ് പാർട്ട്നേഴ്സ് ഓഫ് ലേണേഴ്സ്. അപ്പോൾ ലേണേഴ്സിൻ്റെ നോളജ് പാർട്ട്ണറാണ് എന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ റോളാണ്. അപ്പോൾ ഫെസിലിറ്റേറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിൽ ചോദിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു NCF 2005 ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് എന്നൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതെന്താണ്? ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫെസിലിറ്റേറ്റ് ചെയ്യുക, ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ടീച്ചർ ഹാസ് ടു ഫെസിലിറ്റേറ്റ് ദ ലേണിംഗ് ബൈ ഹെൽപ്പിംഗ്, ഗൈഡിങ് ആൻഡ് പ്രൊവൈഡിങ് ആൻഡ് കണ്ടക്ട് എൻവയോൺമെൻറ്റ് ടു സ്റ്റുഡൻസ് മേക്ക് ലേണിംഗ് ഈസി. അപ്പോൾ കുട്ടികൾക്ക് ലേണിംഗ് ഈസി ആവാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. എന്ന് വെച്ചാൽ ആ ലേണിംഗ് പ്രോസസ്സ് ഈസി ആകുമ്പോൾ ടീച്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ദ ടീച്ചർ ഗീവ്സ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ലെവലിനനുസരിച്ചിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻസും നോളജും എല്ലാം ടീച്ചർ കൊടുക്കുന്നു. സോ ഇൻ വെരി ക്ലിയർ ആൻഡ് സിമ്പിൾ വേ അല്ലേ, ക്ലിയർ ആയിട്ടും സിമ്പിൾ വേയിലും ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദേ ക്യാൻ ലേൺ ഈസിലി അല്ലേ. അതാണ് ഈ ഫെസിലിറ്റേറ്ററിൻ്റെ പോയിന്റിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം പ്ലാനറാണ് അല്ല. പ്ലാനിങ്ങിന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യുന്നത്? പ്രോപ്പർ പ്ലാനിങ്ങിലാണ് ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നത് അല്ലേ. സോ ടീച്ചർ ഹാസ് ടു ഡു ദ പ്ലാനിങ് ഓഫ് ലെസൺസ്, അസസ്മെൻറ്റ്സ്, ടീച്ചിങ് എയ്ഡ്സ്, ഏതൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കണം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുള്ള കാര്യം പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ടാണ് ടീച്ചർ ക്ലാസ്സിലോട്ട് വരുന്നത്. മാത്രമേ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ടീച്ചർ പ്ലാനറാണെന്ന് പറയാം. ദെൻ ലീഡറാണെന്ന് പറയാം അല്ലേ. കാരണം എന്താണ്? കുട്ടികളെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്ന ടീച്ചറാണ് അല്ല. ടീച്ചർ ലീഡ്സ് the students, engage them for better learning experience through various ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക, ടീച്ചർ ഗൈഡ് ചെയ്യുന്ന ആളാണ്. സോ ലീഡറാണെന്ന് പറയാം. ദെൻ മാനേജറാണ്. എങ്ങനെയാണ്? ടീച്ചർ എന്ത് ചെയ്യുന്നു? എല്ലാം ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ റോൾ ഓഫ് ദ ടീച്ചർ ആസ് എ മാനേജർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ദ മാനേജിങ് ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. സോ അതിനെല്ലാം എന്താണ്? മാനേജ് ചെയ്യുന്ന ടീച്ചറാണ്. സോ ടീച്ചർ നമുക്ക് എന്ത് വിളിക്കാം? മാനേജർ എന്നൊരു പോസ്റ്റിന് നമുക്ക് വിളിക്കാം. ദെൻ കൗൺസിലറാണ്. ടീച്ചർ കുട്ടികൾക്ക് വേണ്ട സമയത്ത് അഡ്വൈസ് കൊടുക്കാറുണ്ട് അല്ലേ. ദ ടീച്ചർ ഗീവ്സ് അഡ്വൈസ് ടു ദ സ്റ്റുഡൻസ് ആണ്. ടീച്ചർ സെൻസസ് ദ പ്രോബ്ലം, ഗീവ്സ് ഹെൽപ്പ് ആൻഡ് സോൾവ്സ് ഇറ്റ്, ഓർ ദി സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ സീക്ക് ഹെൽപ്പ് ഫോർ ദർ ടീച്ചർ. അപ്പോൾ ടീച്ചർ കുട്ടികളുടെ പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പർ ടൈമിൽ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുക? ടീച്ചറോട് അല്ലേ ഹെൽപ്പ് ആവശ്യപ്പെടാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ടീച്ചറോട് ദേ സീക്ക് ഹെൽപ്പ് ഫ്രം ദർ ടീച്ചർ എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കൗൺസിലർ എന്ന പോസ്റ്റും കൂടി ടീച്ചേഴ്സിന് കൊടുക്കാം. നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റർ ആണ് അല്ലേ. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയർ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. സോ ഇതൊക്കെയാണ് ടീച്ചറുടെ റോളുമായിട്ട് അറിയുന്നത്. ദെൻ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ടൈം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ദെൻ ക്രിയേറ്റർ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. ഇനി CC ആണ്. നിങ്ങൾക്കറിയാം CC എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക. CCയിൽ പറയുന്ന മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയോ? അസസിങ് ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്. അപ്പോൾ കുട്ടികളുടെ സ്കോളാസ്റ്റിക് ഏരിയയും സ്കോളാസ്റ്റിക് ഏരിയയും എല്ലാം തന്നെ അസസ് ചെയ്യുന്നതാണ് അല്ലേ. ദെൻ ഇതെന്താണ്? എംഫസൈസിങ് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവസാനം ഒരു വർഷത്തിൻ്റെ അവസാനം അല്ല ആ ഒരു രീതിക്കുള്ള അസസ്മെൻറ്റ് ആണോ? അല്ല, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ആയിട്ട്. ദെൻ കോംപ്രിഹെൻസീവ്
പറയുമ്പോൾ മൊത്തത്തിൽ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ് അവിടെ നോക്കുന്നത് അല്ലേ. സോ ഒരു റെഗുലാരിറ്റി ഓഫ് അസസ്മെൻറ്റ് ഉണ്ട്, ദെൻ കണ്ടിന്യൂറ്റി ഉണ്ട് ഈ CCEയിൽ. ദെൻ പറഞ്ഞ പോലെ സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ emphasize the thought process and de-emphasizes memorization as CCE includes all aspects of students. അപ്പോൾ കുട്ടികളുടെ എല്ലാ ഡെവലപ്മെൻറ്റും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെയും എന്ത് ചെയ്യുന്നു, de-emphasizes memorization. ഈ മെമ്മറൈസേഷൻ ചുമ്മാ കാണാപ്പാഠം പഠിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു മെമ്മറൈസേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ദെൻ റെക്കോർഡിംഗ് ദ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ടു മേക്ക് റിക്വയർഡ് ഇംപ്രൂവ്മെൻറ്റ്സ്. അത് കുട്ടികളുടെ ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ട് കറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് കുട്ടികൾക്ക് ഏതൊക്കെ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ആ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ദെൻ മേക്കിംഗ് ഇവാലുവേഷൻ ആസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് റാങ്കിന് വേണ്ടി മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, കുട്ടികളുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് റെമഡിയൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ കുട്ടികളുടെ കോംപ്രിഹെൻസീവ് ആയിട്ട്, that means evaluating child comprehensively rather than focus only on cognitive or intellectual function. മുമ്പെല്ലാം എങ്ങനെയായിരുന്നു, ട്രഡീഷണൽ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ ലെവൽ മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, കുട്ടികളുടെ എല്ലാം നമുക്കറിയാം. നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചിട്ട് ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ്, കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്, കുട്ടികളുടെ കോംപ്രിഹെൻസീവ് കുട്ടികളുടെ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല ബാക്കി എല്ലാ ആസ്പെക്റ്റിലും കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, എൻഷുറിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടർ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻസ്. അപ്പോൾ ഈ 3 ഡൊമൈൻസിലും എല്ലാത്തിലും ഉള്ള ആ ഒരു ഡെവലപ്മെൻറ്റാണ് ഇവിടെ ഉറപ്പ് വരുത്തുന്നത്. ഇവൈഡ് എവറി ആസ്പെക്ട് ഓഫ് ദ ചൈൽഡ് ഡ്യൂറിങ് ദിയർ പ്രസൻസ് അറ്റ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ് CCEയിൽ പറയുന്നത്. ദെൻ ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടർ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ഡൊമൈനിലും ലേണിംഗ് ടേക്സ് പ്ലേസ് ചെയ്യണം. സോ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദെൻ അസസിങ് ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക്, നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരുന്ന സംഭവമാണ് CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞ അവസ്ഥയ്ക്ക് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഓർക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇനി ഒരു പുതിയൊരു കാര്യം ഓർത്ത് വെച്ച് വെക്കുക. ദ ഐഡിയാസ് ഓഫ് 4 pillars ഓഫ് എഡ്യൂക്കേഷൻ വാസ് സജസ്റ്റഡ് ബൈ, ഇത് യുനെസ്കോയുടെ ഒരു സംഭവമാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. യുനെസ്കോയുടെ ഒരു 4 pillars ഓഫ് ലേണിംഗ് 21st century എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 പില്ലർ എന്ന് ഉദ്ദേശിക്കുക ലേണിംഗ് ടു നോ, ലേണിംഗ് ടു വർക്ക്, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ലിവ് ടുഗദർ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ലേണിംഗ് ടു നോ, ഈ സംഭവം എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുവാണെങ്കിൽ ഓർക്കുക, ലേണിംഗ് ടു നോ, ലേണിംഗ് ടു വർക്ക്, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ലിവ് ടുഗദർ എന്ന് പറയുന്നത് യുനെസ്കോയുടെ 4 pillars ഓഫ് ലേണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ദ ഐഡിയ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ വാസ് സജസ്റ്റഡ് ബൈ യുനെസ്കോയുടെ ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. അപ്പോൾ ടീച്ചർ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. ഡിപ്പെൻഡൻറ്റ്, സബോർഡിനേറ്റ് പൊസിഷൻ, ലിമിറ്റഡ് ബിഹേവിയർ, ഡീപ്പ് ഇൻട്രസ്റ്റ്. ആക്റ്റീവ്, ലിമിറ്റഡ് ബിഹേവിയർ, ലോങ് ടൈം പെർസ്പെക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ. ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ്. ഷാലോ ഇൻട്രസ്റ്റ്, ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ്, പാസിവിറ്റി, ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് ഒരു ടീച്ചറെ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടത്? അപ്പോൾ നമുക്കറിയാം ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നല്ല ലെവലിലായിരിക്കണം അല്ലേ. സോ ഇതിലേതായിരിക്കും ആപ്റ്റായിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോരോ ഓപ്ഷൻസ് വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയാം. ടീച്ചർ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റുമോ? ഇല്ല. എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. ദെൻ സബോർഡിനേറ്റ് ആവണോ അല്ലെങ്കിൽ ലിമിറ്റഡ് ബിഹേവിയർ പൊസിഷൻ ആവണോ? അങ്ങനെ നോക്കി നമുക്കറിയാം നമ്മൾ സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ ആയിരിക്കണം. കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർക്ക് ഡീപ്പ് ഇൻട്രസ്റ്റ് വേണം അല്ലേ. ദെൻ എങ്ങനെ ടീച്ചറുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോങ് ടേം പെർസ്പെക്റ്റീവ് ആയിരിക്കണം. സോ ഇത് നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചത് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ഓപ്ഷനിൽ നിന്ന് നിങ്ങളൊരു നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ആ ഒരു മെത്തഡോളജി പാർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല ഒരു അറിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് മെത്തഡോളജി പാർട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി നമുക്കറിയാം 5 മാർക്കേ ഉള്ളൂ. പക്ഷേ എന്നാലും മേ ബി ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ടീച്ചറിന് ഏറ്റവും സൂട്ടായിട്ടുള്ള റോൾ അല്ലെങ്കിൽ ടീച്ചർക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഏതാണ് അതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത്. ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസിലും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ കോമ ഇട്ട് കുറേ തന്നിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും നല്ലത് കറക്റ്റായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ.
നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി. ഇപ്പോൾ നമുക്കറിയാം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസിൽ. ഏതൊക്കെ ഡൊമൈൻസാണ്? കോഗ്നിറ്റീവ് ഡൊമൈനിൽ നടക്കുന്നുണ്ട്, അഫക്റ്റീവ് ഡൊമൈനിലുണ്ട്, സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇൻ്റലക്ച്വൽ സ്കിൽസുമായിട്ട് കണക്ട് ചെയ്തതാണ് അല്ലേ. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, വാല്യൂസ്, മോട്ടിവേഷൻസ് എല്ലാം വരും. നമ്മുടെ എക്സാമിൽ ചോദിക്കാറുണ്ട് ഈ മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ് എല്ലാം ഏത് ഡൊമൈനിൽ വരുന്നതാണ്? ഏത് ഡൊമൈനിലാണ്? അഫക്റ്റീവ് ഡൊമൈനിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ സ്കിൽസുമായി റിലേറ്റ് ചെയ്ത ഡൊമൈൻ ഏതാണ്? അത് കോഗ്നിറ്റീവ് ഡൊമൈനാണ്. ദെൻ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മോട്ടോർ സ്കിൽസ് റിലേറ്റ് ചെയ്തതാണ്. നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്, നമ്മുടെ കോർഡിനേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി അറിയാത്തവർ നമ്മൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയുടെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഒറിജിനൽ ടാക്സോണമി വരുന്നത് 1956 അതിനുശേഷം റിവൈസ്ഡ് ടാക്സോണമി വരുന്നുണ്ട് 2001. ഇത് തമ്മിൽ ഡിഫറൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ടാക്സോണമിയുടെ ഒരു ലെവൽ നോക്കിയേ: നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതിൽ ഒറിജിനൽ ടാക്സോണമി ഏറ്റവും ഹയസ്റ്റ് വരുന്നത്, കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഇവാലുവേഷൻ ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ റിവൈസ്ഡ് ടാക്സോണമിന് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒറിജിനലും ഈ 1956 വന്ന ഒറിജിനൽ ടാക്സോണമി 2001 വന്ന റിവൈസ്ഡ് ടാക്സോണമി തമ്മിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നോൺ ഫോമിലായിരുന്നു ഒരു ക്ലാസിഫിക്കേഷൻ. പക്ഷേ 2001 വന്ന റിവൈസ്ഡ് ടാക്സോണമിയിൽ എന്താണ്? വേർബ് ഫോമിലേറ്റാണ്. അപ്പോൾ നോളേജ് എന്ന് പറയുന്നത് എന്തായി? റിമെമ്പർ ആയി. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ആയി. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? വേർബ് ഫോമിലോട്ട് അപ്ലൈ ആയി. ദെൻ അനാലിസിസ് എന്നത് അനലൈസ് ആയി. അതുപോലെ തന്നെ 2 സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. അപ്പോൾ നോണിൽ നിന്ന് വേർബിലോട്ടായി, വേർബ് ഫോമിലോട്ടായി. അതുപോലെ തന്നെ ചില സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തത്. ഈ 2 സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിൽ ചോദിക്കാറുണ്ട് റിവൈസ്ഡ് ടാക്സോണമിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണ്? അത് ക്രിയേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഒറിജിനൽ ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത് ഇവാലുവേഷൻ. ഇത് സിമ്പിൾ ടു കോംപ്ലക്സ്, ലോവർ ഓർഡർ തിങ്കിങ് ടു ഹയർ ഓർഡർ തിങ്കിങ് എന്നൊരു രീതിക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിയുടെ ഈ ഒരു ക്ലാസിഫിക്കേഷനും ആ ഡിഫറൻസും നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഈ 2 സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കട്ടോ, ഇവിടെ 5ാമത്തെ സ്റ്റേജും 6ാമത്തെ സ്റ്റേജും നോക്കിയേ ഇവിടെ മാറിയിട്ടുണ്ട്. ഇവാലുവേഷനാണ് നമ്മുടെ നൗൺ, അത് നമ്മുടെ ഒരു ഒറിജിനൽ ടാക്സോണമിയിൽ ഹയസ്റ്റ് വരുന്നതെങ്കിൽ ഇവിടെ ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഏത് സ്റ്റേജാണ്? 5ാമത്തെ സ്റ്റേജാണ്. എഗെയിൻ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഹയസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ക്രിയേറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവർ വേഗം പോയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നോളേജ് അല്ലെങ്കിൽ റിമെമ്പറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? റിക്കോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ച കാര്യം ഒരു കോൺക്രീറ്റ് സിറ്റുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി, ദ എബിലിറ്റി ടു യൂസ് ലേൺഡ് മെറ്റീരിയൽ ആണ് അല്ലേ. ദെൻ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഡിസ്റ്റിങ്വിഷ്, ഫാക്റ്റ് ആൻഡ് ഒപ്പീനിയൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു കഴിവാണ് വരുന്നത്. ഇവാലുവേറ്റ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, ഒരൊറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സംഭവം ഒരു ഹോളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു എബിലിറ്റിയാണ് ഇവിടെ ക്രിയേറ്റിങ്ങിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ സംഭവം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറയാൻ നമുക്ക് ഫുള്ളായിട്ട് ആവത്തില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ തിയറി പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ പിയാഷെയുടെ തിയറിയും വൈഗോട്സ്കിയുടെ തിയറിയും തമ്മിൽ ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഡിഫറൻസ് ഒക്കെ ആയിട്ട് പഠിച്ചു വരികയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്ന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിയാഷെ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇദ്ദേഹം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് ഓർത്താൽ മതി. വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ്? സോഷ്യലി കാര്യങ്ങളൊക്കെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഒപ്പീനിയൻ ഉള്ളതാണ് നമ്മുടെ വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത വ്യക്തി ആരാണ്? അത് നമ്മുടെ വൈഗോട്സ്കിയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് സ്ട്രോങ് എംഫസിസ് ഓൺ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ദെൻ നമ്മൾ പിയാഷെ എന്ത് ചെയ്യുന്നില്ല? സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. പകരം ഇദ്ദേഹം കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നോക്കൂ, ഇവിടെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന് സ്ട്രോങ് എംഫസൈസ് ചെയ്യുന്ന വൈഗോട്സ്കിയാണ്. പിയാഷെ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ദെൻ വൈഗോട്സ്കി എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റീവ്. രണ്ടുപേരും കൺസ്ട്രക്റ്റിവിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ രണ്ടും 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ദെൻ ഇവിടെ സ്റ്റേജസ്, പിയാഷെ കറക്റ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ വൈഗോട്സ്കി പ്രത്യേകിച്ച് സ്റ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ലേ.
ദെൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർക്കുക. ഇക്വിലിബ്രേഷൻ, സ്കീമ, അഡാപ്റ്റേഷൻ, അസിമുലേഷൻ, അക്കോമഡേഷൻ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞതൊക്കെ ആരാണ്? നമ്മുടെ പിയാഷെയുടെ ആണ് അല്ലേ. ദെൻ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ ഓർക്കുക ZPD ഓർക്കുക, ദെൻ സ്കഫോൾഡിങ് ഓർക്കുക, ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്, കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. ഇത്രയും ഓർത്ത് വെച്ചേക്കും കേട്ടോ. ദെൻ പിയാഷെ എന്ത് ചെയ്തു? അത്ര അങ്ങോട്ട് മിനിമൽ ആയിട്ടുള്ളൊരു റോൾ മാത്രമേ ലാംഗ്വേജിന് കൊടുത്തുള്ളൂ. പക്ഷേ നമ്മുടെ വൈഗോട്സ്കി എന്താണ്, ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. സോ ലാംഗ്വേജ് പ്ലേസ് ആൻ പവർഫുൾ റോൾ ഇൻ ഷേപ്പിംഗ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വൈഗോട്സ്കി. ദെൻ ഇവർ രണ്ടുപേരും ടീച്ചിങ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പിയാഷെയുടെ നോക്കുകയാണ് ചിൽഡ്രൻസ് സപ്പോർട്ട് ചിൽഡ്രൻ ടു എക്സ്പ്ലോർ ദെയർ വേൾഡ് ആൻഡ് ഡിസ്കവർ നോളജ്. അപ്പോൾ കുട്ടികളെ അവരുടേതായിട്ടുള്ള നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ. സോ സപ്പോർട്ട് ചിൽഡ്രൻ ടു എക്സ്പ്ലോർ ദെയർ വേൾഡ് ആൻഡ് ഡിസ്കവർ നോളജ് എന്ന രീതി. കാരണം ഇദ്ദേഹം എന്താ ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. സോ കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റുള്ള ആളാണ് കേട്ടോ. ദെൻ വൈഗോട്സ്കി അങ്ങനെയല്ല, കുട്ടികൾ എന്ന് പറയുക എസ്റ്റാബ്ലിഷ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു ലേൺ വിത്ത് ടീച്ചർ മോർ സ്കിൽഡ് പിയേഴ്സ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ച്. അപ്പോൾ അതായത് നമ്മൾ അതിനെ പറഞ്ഞ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. സോ മറ്റുള്ളവരുടെ ഇൻട്രാക്ഷനിലൂടെ എന്താണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നൊരു അഭിപ്രായമാണ് വൈഗോട്സ്കിക്കുള്ളത്. സോ ടീച്ചേഴ്സിലൂടെയും അതുപോലെ തന്നെ മോർ സ്കില്ലഡ് ആയിട്ടുള്ള പിയേഴ്സിലൂടെയും ഒക്കെ തന്നെ അവർ പിയർ ട്യൂട്ടറിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ പോലെ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് രണ്ടും തമ്മിലൊരു ഡിഫറൻസോ അതുപോലെ മറ്റു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഏതാണ്, വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഏതാണ്, പിയാഷെയുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു നമ്മുടെ പിയാഷെയിലെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഓരോരോ സ്റ്റേജസ്, ഓരോരോ ടേംസും ഏത് സ്റ്റേജസിലാണ് എന്ന് നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കുക, സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സ്റ്റേജിലും വരുന്ന ഓരോരോ സ്റ്റേജിലും ഒരു ഡെവലപ്മെൻറ്റിനെ സിമ്പിളായിട്ട് ചാർട്ടായിട്ട് തന്നേക്കുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത് ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോ സ്റ്റേജ്. ഒരുപാട് അങ്ങോട്ട് ഡീപ്പിൽ പോയി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ KTET അത്ര ലെവൽ ഒരുപാട് ഉള്ളിൽ പോയില്ലെങ്കിലും പക്ഷേ ഓരോന്നും മെയിനായിട്ട് വരുന്ന തിയറി പാർട്ടൊക്കെ അതും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഒരു മാർക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ദെൻ അനിമിസ്റ്റിക് തിങ്കിങ് വരുന്നത് ഏത് സ്റ്റേജിലാണ്, പിയാഷെയുടെ ആർട്ടിഫിഷ്യലിസം വരുന്നത് ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ദെൻ ഈഗോ സെൻട്രിസം ഏത് സ്റ്റേജിലാണ്? ദെൻ കുട്ടികൾക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് വരുന്നത് ഏതിലാണത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. സോ ഈ ഒരു ചാർട്ടിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സംഭവം മൊത്തം കിട്ടും കേട്ടോ. ദെൻ ഡെഫിനേഷനും പഠിച്ചു വെച്ചേക്കുക. ഡെഫിനേഷൻ ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കീമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടാണ്? പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ്. അത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് അല്ല, നോളജിൻ്റെ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഇൻ്റലിജൻറ്റ് ബിഹേവിയറിന് സ്കീമ എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ആണ്. പിയാഷെയുടെ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്കീമ പഠിച്ചു വെച്ചേക്കുക. ദെൻ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡാപ്റ്റേഷൻ ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് ലിവിങ് ബീങ്സ് അഡ്ജസ്റ്റ് ടു ദിയർ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ ലിവിങ് ബീങ്സ് എങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ ജസ്റ്റ് ആസ് ഹ്യൂമൻ ബീങ്സ് അഡാപ്റ്റ് ടു ദ എൻവയോൺമെൻറ്റ്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ആവുന്നത് അതുപോലെ തിങ്കിങ് ഓൾസോ എന്താണ്? അഡാപ്റ്റ് ടു ദ ചേഞ്ചസ് ദ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഓരോരോ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും ആ ഒരു ചേഞ്ചസിലൂടെ നമ്മൾ തിങ്കിങ് എന്ത് ചെയ്യുന്നു? അഡാപ്റ്റ് ആവുന്നുണ്ട്. ആ അഡാപ്റ്റേഷൻ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് ഇദ്ദേഹം പറയുന്നത്, അസിമുലേഷനും അക്കോമഡേഷനും. സോ അഡാപ്റ്റേഷൻ ഇൻവോൾവ്സ് ഡാഷ് ആൻഡ് ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏതൊക്കെയാണ്? അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷനാണ്. അതും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അസിമുലേഷനും അക്കോമഡേഷനും ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഡയറക്റ്റായിട്ട് കഴിഞ്ഞ HSA എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അസിമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അസിമുലേഷൻ പ്രോസസ് ഇൻ വിച്ച് എ ചൈൽഡ് യൂസിങ് എ എക്സിസ്റ്റിംഗ് സ്കീമ ടു ഡീൽ വിത്ത് എ ന്യൂ ഒബ്ജക്റ്റ് ഓർ ഇൻ്റർപ്രറ്റ് ദ എക്സ്റ്റേണൽ. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമ ഉപയോഗിച്ചിട്ട് പുതിയൊരു കാര്യത്തിൽ നമ്മൾ ഡീൽ ചെയ്യുവാണെങ്കിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് അവിടെ അസിമുലേഷനാണ് അത് വരിക. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീമ. അത്ര ഓർത്താൽ മതി. അക്കോമഡേഷൻ ഓഫ് കോഴ്സ് വെൻ എ പേഴ്സൺ മസ്റ്റ് ചേഞ്ച് എക്സിസ്റ്റിംഗ് സ്കീമാസ് ടു റെസ്പോണ്ട് ടു എ ന്യൂ സിറ്റുവേഷൻ. പുതിയ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എക്സിസ്റ്റിംഗ് സ്കീമിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ അസിമുലേഷൻ, അക്കോമഡേഷൻ, ദെൻ ഇക്വിലിബ്രേഷൻ. അപ്പോൾ
ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ഈ പറഞ്ഞ എസിമുലേഷനും അക്കോമഡേഷനും ഒരു ബാലൻസ് വേണം. ആ ഒരു ബാലൻസിങ് ആ ഒരു മെക്കാനിസത്തിനെയാണ് പറയുന്നത് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. എ മെക്കാനിസം ദാറ്റ് അസിസ്റ്റ് ചിൽഡ്രൻ ഇൻ അച്ചീവിങ് ബാലൻസ് ബിറ്റ്വീൻ എസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബാലൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ പഠിച്ചു വെച്ചേക്കണം. ആ ടേംസുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നോക്കുക, അടുത്ത സ്കഫോൾഡിംഗ് ആണ്. ഇപ്പോൾ സ്കഫോൾഡിംഗ് എന്താണ്? ദ അസിസ്റ്റൻസ് വിച്ച് ഈസ് ഗിവൺ ബൈ MKO എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ നോളജബിൾ അതേഴ്സ് എന്നാണ്. മോർ നോളജബിൾ അതേഴ്സ് ടു ദ ചൈൽഡ് ടു ക്രോസ് ദ ZPD ഈസ് കോൾഡ് സ്കഫോൾഡ്. ഒരു കൈത്താങ്ങ് അത്രേ ഉള്ളൂ കേട്ടോ. അസിസ്റ്റൻസ് കൊടുക്കുക അത്രേ ഉള്ളൂ സ്കഫോൾഡിങ്ങിൻ്റെ മീനിങ് കേട്ടോ. സ്കഫോൾഡിംഗ് ഹെൽപ്പ് ദ ലേണേഴ്സ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് വിച്ച് വർ നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ജസ്റ്റ് ഒരു അസിസ്റ്റൻസ് നമ്മൾ പുറത്തുനിന്ന് കിട്ടും, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കഫോൾഡിംഗ് ഷുഡ് ബി ഡിഗ്രീസ്ഡ് ഗ്രാജുവലി വെൻ ദ ചൈൽഡ് സ്റ്റാർട്ട്സ് ടു ലേൺ ദ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ് കുട്ടി ലേൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കഫോൾഡിംഗ് നമുക്ക് ഡിഗ്രീസ് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കൈത്തങ്ങ നമ്മുടെ ഒരു സ്കഫോൾഡിങ് പിന്നെ നമ്മൾ കുറയ്ക്കും അല്ലേ. കുട്ടി കാര്യം നന്നായിട്ട് ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് വിട്ടേക്കും അല്ലേ. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ ആ ഒരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയാം. അപ്പോൾ എഡ്യൂക്കേഷൻ രീതിയിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പിയർ ട്യൂട്ടറിങ്ങിലൂടെയൊക്കെ കുട്ടികളെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. സോ അത് നമ്മുടെ കൈത്താങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക, സ്കഫോൾഡിംഗ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അതായത് നമ്മുടെ വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ. വൈഗോട്സ്കിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, സോഷ്യൽ ഇൻട്രാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈ 3 കാര്യം പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ നോക്കൂ, ഹൂ എംഫസൈസ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ ലേണിങ്ങിന് കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തി ആരാണ് കിട്ടി നിങ്ങൾക്ക് ആൻസർ വൈഗോട്സ്കി ആണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ZPD എന്താ ഡെഫിനിഷൻ പഠിച്ചു വെച്ചൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ZPDന് ഫുൾ ഫോം പഠിക്കുക, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദറ്റ് റിലേറ്റ്സ് ടു ദ ചൈൽഡ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് വിത്ത് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം എ സ്കിൽഡ് പാർട്ട്ണർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഗൈഡൻസോട് കൂടി എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത് ZPD എന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട്ടിക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും, അതേസമയം ആരെങ്കിലുള്ള ഹെൽപ്പ് ഒരു ഗൈഡൻസോട് കൂടി കുട്ടിക്ക് ഏത് ലെവലിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഈ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. എന്തായാലും ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഡിഫറൻസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് ഇൻഡിപെൻഡൻ്റ്ലി, അപ്പോൾ ഒറ്റയ്ക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും, ആൻഡ് വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് വിത്ത് ഗൈഡൻസ്, ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സ്കിൽഡ് പാർട്ട്ണറോ എൻകറേജ്മെൻറ്റോട് കൂടി എത്ര കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവർ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആരുടെ കൺസെപ്റ്റാണ്, നമ്മുടെ വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 5 പോയിന്റ് പഠിച്ചു വെച്ച് നോക്കുക. റെസിപ്രോക്കൽ ടീച്ചിങ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഗൈഡഡ് ലേണിംഗ്, പിയർ ട്യൂട്ടറിങ്, സ്കഫോൾഡിംഗ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ആരുമായി ബന്ധപ്പെട്ടതാണ്, വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ബ്രൂണറ തിയറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ 3 സ്റ്റേജാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഇത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം, കറക്റ്റായിട്ട് പഠിക്കുക. ബ്രൂണർ ആ ഒരു മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഓക്കെ, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്, EIS ഈ ഒരു രീതിക്ക് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു രീതി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ആ ഒരു കറക്റ്റ് സ്റ്റേജസ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ലേൺ ത്രൂ ആക്ഷൻസിലൂടെ ലേൺ ചെയ്യുന്നതിന് മുഴുവൻ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്, ഐക്കോണിക്സ് ത്രൂ പിക്ചേഴ്സ് ആൻഡ് മോഡൽസ്, ഡയഗ്രാംസ് ഒക്കെയാണ് എന്താണ് ഐക്കോണിക് സ്റ്റേജ് ആണ്. ദെൻ സിംബോളിക് മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ അല്ലേ, ആബ്സ്ട്രാക്റ്റായിട്ട് തിങ്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വരുന്നതാണ്. സിംബോളിക്കലി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന രീതി വരുന്നതാണ് സിംബോളിക് മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജസ് പഠിച്ചാൽ മതി മെയിനായിട്ട്, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഓക്കെ ആണല്ലോ. ഇനി ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സംഭവമാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരുടേതാണ്, ഒറ്റ ഉത്തരവുള്ളൂ, ബ്രൂണറാണ് കേട്ടോ. എക്സാം ചോദിക്കാറുണ്ട്. സ്പൈറൽ കരിക്കുലം ആരുമായി ബന്ധപ്പെട്ടതാണ്, ബ്രൂണറാണ്. ഡിസ്കവറി ലേണിംഗ് ചോദിച്ചാലും ബ്രൂണറാണ്. ഇനി ഡേവിഡ് ഒസബൽ നോക്കിയേ, മീനിങ് ഫുൾ ലേണിംഗ് ചോദിക്കുകയാണെങ്കിൽ എന്താണത്, അത് ഡേവിഡ് ഒസബലിൻ്റെ ആണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് വഴി അതിൻ്റെ കാര്യം കുറച്ചും കൂടി പറഞ്ഞുതരാം. അഡ്വാൻസ് ഓർഗനൈസർ ചോദിച്ചാലും അത് ഡേവിഡ് ഒസബലാണ്. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ബ്രൂണർ എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, സ്പൈറൽ കരിക്കുലം, ഡിസ്കവറി ലേണിംഗ്. ബ്രൂണർ ഓർക്കുക. ഡേവിഡ് ഒസബെൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ആദ്യം നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ടത് അദ്ദേഹത്തിൻ്റെ തിയറിൻ്റെ പേര്, മീനിങ് ഫുൾ ലേണിംഗ്, വെർബൽ ലേണിംഗ് തിയറി, ദെൻ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞൊരു ടൂൾ കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ പിയാഷെ നമ്മൾ പറഞ്ഞു. ഈ ഒരു വാക്കും കൂടി ഓർത്ത് ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുകയാണ്, പിയാഷെയാണ്. ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടാണ് തിയറീസ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. സോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് ഇദ്ദേഹം. സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? പിയാഷെയുമായി ബന്ധപ്പെട്ടാണ്. കിട്ടിയല്ലോ. നമ്മുടെ വൈഗോട്സ്കിലോട്ട് വരാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് നമ്മൾ പിയാഷെ. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണെങ്കിൽ ഇത് ഇദ്ദേഹം വൈഗോട്സ്കി എന്ന് പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ദെൻ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുടെ കൺസെപ്റ്റാണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ്. കിട്ടിയല്ലോ ഇത്രയും. ഇനി ഇവിടെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് കൺസെപ്റ്റ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, റെസിപ്രോക്കൽ ടീച്ചിങ്, ഡയലോജിക്കൽ ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്. ഇതിൽ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ആയി വരുന്ന ഐഡിയാസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചേ ഉള്ളൂ അല്ലേ. ഏതൊക്കെയാണ് വരിക? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും വരും, ഡിസ്കവറി ലേണിംഗ്. സോ ആൻസർ ഓപ്ഷൻ എയും ഡിയും ശരിയല്ലേ. ബാക്കി റെസിപ്രോക്കൽ ടീച്ചിങ്, ഡയലോജിക്കൽ ലേണിംഗ് ഒക്കെ പറയുന്ന ആരാണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ഒത്തിരി ചാൻസാണ്. സോ നിങ്ങളിങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഇനി അടുത്തതിനോട്ട് പോവാം. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ന്യൂമോണിക്സ്, പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്, ചങ്ക്സ്, നൺ ഓഫ് ദ എബോ. അപ്പോൾ ഇത് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണേ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോകാം. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹാസ് ബിൻ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹ്യൂറിസ്കോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നേക്ക്, വിച്ച് മീൻസ് എന്താണ്? ഐ ഡിസ്കവർ, ഐ ഫൈൻഡ് എന്ന ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മെയിനായിട്ട് പറയുന്നത് ദിസ് മെത്തേഡ് ഇംപ്ലൈസ് ദാറ്റ് ആക്ട് ഓഫ് സ്റ്റുഡൻസ് ഷാൾ ബി ദാറ്റ് ഓഫ് ദ ഡിസ്കവറേഴ്സ് ആൻഡ് നോട്ട് ഓഫ് പാസീവ് റിസീപ്പിയൻസ് ഓഫ് നോളജ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്കവറി റേഞ്ചിലാണ് പോകുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒരു നോളജ് റിസീവ് ചെയ്യുക, പാസീവ് റിസീപ്പിയൻസ് ഓഫ് നോളജ് എല്ലാം വരുന്ന ഒരു ആക്റ്റീവായിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. ദ സ്റ്റുഡൻസ് ആർ പുട്ട് ഇൻ ദ പ്ലേസ് ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവർ. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറർ ആയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ കാണുന്നത് സ്റ്റുഡൻസിനെ. സോ ഇവിടെ ട്രെയിൻ ദം ഇൻ ദ സയൻറ്റിഫിക് ഇൻക്വയറിക്ക് ട്രെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് പ്രോസസ് സ്കിൽസ് റാദർ ട്രാൻസാക്ട് ജസ്റ്റ് നോളജ് ട്രാൻസാക്ട് ചെയ്യുക എന്ന രീതിയിൽ അല്ലാതെ കുട്ടികളെ കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് ഇൻക്വയറിയിലിട്ടും അതുപോലെ തന്നെ കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഫോളോഡ് ഇൻ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്കറിയാം, പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, ലേണിംഗ് ബൈ ഡൂയിങ് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ വേ പോലത്തെ ഒരു മെത്തേഡും കൂടിയാണ്. സോ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നതാണ് ഈ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ന്യൂമോണിക്സും അല്ല ചങ്ക്സും അല്ല നൺ ഓഫ് ദ എബോ പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ് നമുക്കിതിൽ പറയാം കേട്ടോ. അപ്പോൾ അവർ തന്നെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള രീതിക്കാണ് വരുന്നത് കേട്ടോ. ഈ ഞാൻ പറഞ്ഞു അഡ്വാൻസ് ഓർഗനൈസർ നമ്മുടെ ഒസബെൽയുടെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നോക്കൂ, ഇത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്നപ്പോൾ ഇറ്റ്സ് എ ടൂൾ ബൈ ടീച്ചേഴ്സ്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ടൂൾ ഓർത്ത് വെച്ചേക്കുക, ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ആർ ദ ഇൻസ്ട്രക്ഷണൽ ടൂളാണെന്ന് ഒരൊറ്റ പോയിന്റ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പോയിന്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർക്കുക. ദെൻ ഒസബെൽ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മീനിങ് ഫുൾ ലേണിംഗ്. ഒസബെൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ്? മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് റോട്ട് ലേണിംഗ് അല്ല, മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദെൻ സ്കൂൾ മസ്റ്റ് അഡോപ്റ്റ് മെത്തേഡ്സ് ത്രൂ വിച്ച് ലേണേഴ്സ് ഡെവലപ്പ് എബിലിറ്റി ടു ലേൺ മീനിങ് ഫുൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഡെവലപ്പ് ചെയ്ത് കുട്ടികൾ ആ ഒരു മീനിങ് മേക്കിംഗ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആവുന്ന രീതിയിലുള്ള മെത്തേഡ്സ് സ്കൂൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ടീച്ചർ ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് to understand the concept instead of retaining or memorizing them. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ടീച്ചർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക, കാണാപ്പാഠം പഠിക്കുക എന്നൊരു രീതിയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊണ്ടുപോകണം ഓരോരോ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നീഡ്സ് ടു സ്ട്രെസ് ഓൺ മീനിങ് ഫുൾ. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ലേണിങ്ങിനെ സ്ട്രെസ് ചെയ്തിരിക്കണം. Teachers should be encouraged to develop their own concept on the basis of their past learning relating with the present experience. അപ്പോൾ ഇവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ പാസ്റ്റ് ലേണിങ്ങും പ്രസൻറ്റ് എക്സ്പീരിയൻസും കണക്ട് ചെയ്ത് പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് എന്താവുള്ളൂ, കാര്യങ്ങൾ മീനിങ് ഫുൾ ആവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലും പറയുന്നത്. ദ ടീച്ചിങ് മെറ്റീരിയൽ പ്രസൻറ്റ് ബൈ ടീച്ചർ ടു
ലേണേഴ്സ് നീഡ് ടു ബി പ്രോപ്പർലി സ്ട്രക്ചേർഡ്, സിസ്റ്റമാറ്റിക് ആൻഡ് മീനിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽസ്, ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടീച്ചിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, മീനിങ് ആയിരിക്കണം. This is called Ausubel's Advanced Organizer. It is used as a tool by the teachers which learners integrate new information with their existing knowledge in the cognitive structure and are able to form meaningful learning. അപ്പോൾ കുട്ടികളുടെ capability നമ്മൾ ഓൾറെഡി നമുക്ക് എന്താ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങൾ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ എന്ത് ചെയ്യണം, മീനിങ് ആയിട്ട് കാര്യങ്ങൾ വേണം അതിൽ ഫില്ല് ചെയ്യാൻ. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പുതിയതായി കണക്ട് ചെയ്ത് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ന്യൂ ഇൻഫർമേഷന് പുതിയൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത രീതി പഠിപ്പിച്ച് പോവാണ് തീർച്ചയായിട്ടും എന്തായിരിക്കും, മീനിങ് ആയിരിക്കും അല്ലേ. സോ അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലും പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ടൂൾ ബൈ ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ എവിടെ കണ്ടാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഒസബൽ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അത് ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ലേണിംഗ് മീനിങ് ആക്കാൻ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. ഓക്കെ ആണല്ലോ, അത്ര മതി കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രൊഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രൊഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓൾ കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ പണിഷ്മെൻറ്റ് ആൻഡ് മെൻ്റൽ ഹറാസ്മെൻറ്റ്. കുട്ടികൾക്ക് ഹെവി ആൻഡ് ഹാർഷായിട്ടുള്ള ഫിസിക്കൽ പണിഷ്മെൻറ്റും മെൻ്റൽ ഹറാസ്മെൻറ്റും ഇവിടെ എന്തെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, കാസ്റ്റ്, ക്ലാസ് ആൻഡ് റിലീജിയൻ. അപ്പോൾ ജെൻഡറുടെ പേരിലായിക്കോട്ടെ, ക്ലാസ് അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ പേരിലായിക്കോട്ടെ, റിലീജിയൻ്റെ പേരിലായിക്കോട്ടെ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സ്ക്രീനിങ് പ്രൊസീജിയർ ഫോർ അഡ്മിഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് സ്ക്രീനിങ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ ക്യാപിറ്റേഷൻ ഫീ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സ് ബൈ ടീച്ചേഴ്സ്, അപ്പോൾ ടീച്ചേഴ്സ് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന കാര്യം അതും ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസിൻ്റെ ഫംഗ്ഷനിങ്ങിൻ്റെ കാര്യങ്ങളും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരുടേതാണ്, ഗാർണറെയാണ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതിന് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് ആരുടെയാണ്, നമ്മുടെ ഗാർണറെയാണ്. ഇദ്ദേഹം 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ 7 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിനാണ് കുറിച്ചാണ് പറയുന്നത് ഈ പുസ്തകത്തിലൂടെ കേട്ടോ. പിന്നീടാണ് ഇദ്ദേഹം 2 മോർ ഇൻ്റലിജൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് 1999 ബുക്ക് ഇൻ്റലിജൻസ് റീഫ്രെയിം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st സെഞ്ച്വറി എന്ന ബുക്കിലാണ് ഇദ്ദേഹം 2 ഇൻ്റലിജൻസ് കൂടി ആഡ് ചെയ്യുന്ന മൊത്തം 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഇത്ര ഓർക്കുക, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർണറെയാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം ഗാർണറെയാണ്. അതിൽ 7 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. പിന്നീട് ഇദ്ദേഹം 2 ഇൻ്റലിജൻസും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 9 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. പക്ഷേ ലാസ്റ്റ് ഇദ്ദേഹം ഒരു ഇൻ്റലിജൻസ് ഇദ്ദേഹം വിഡ്രോ ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ 8 ഇൻ്റലിജൻസ് ആണ് നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നത് ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കത്തില്ല, എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്താൽ എന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ട് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ദ എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്റ്റ്ലി ആൻഡ് ഇൻ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ കുറച്ചും കൂടി 3D ആയിട്ട് കാര്യങ്ങൾ വ്യൂ ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളവരാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. നമ്മുടെ ആർട്ടിസ്റ്റുകൾ, എഞ്ചിനീയർ, ഫാഷൻ ഡിസൈനർ, ഈ പറഞ്ഞ ആർക്കിടെക്റ്റുകൾ ഒക്കെ നമുക്ക് എന്ത് പറയാം, സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണെന്ന് പറയാം. ഓക്കെ, പേര് തന്നെ കണക്ട് ചെയ്ത് പോകണം. അതായത് ബോഡിയിൽ കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ബോർഡ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുകളെന്ന് ഓർത്താൽ മതി. നമ്മുടെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ അത്ലറ്റ്, നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവർ. സോ ഇവർ ഫീൽഡ് ഒന്ന് ഓർക്കുക കേട്ടോ. ആ ഒരു ഇൻ്റലിജൻസ് ഏതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡ്. ഓക്കെയാണ്. അത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ആ മ്യൂസിക്കലെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ മ്യൂസിക്കൽ പാറ്റേൺസ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, സോ സിംഗേഴ്സ് വരും, DJ, മ്യൂസിക് ടീച്ചർ വരും, അല്ല കമ്പോസേഴ്സ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർക്കാം. ദെൻ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഇപ്പോൾ ലാംഗ്വേജ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമാണ് ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഇൻ്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാം അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ പോയിറ്റ്, നോവലിസ്റ്റ്, പറഞ്ഞ പോലെ എഡിറ്റർ, ലോയർ, ഇതൊക്കെ ജേർണലിസ്റ്റ് എല്ലാം ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ കാറ്റഗറി അത് ഉള്ളവരെ കാറ്റഗറിയിൽ പെടും.
ദെൻ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ്, ആ പേര് പോലെ തന്നെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെന്ന് ഓർത്താൽ മതി കേട്ടോ. മാത്തമെറ്റീഷ്യൻസ്, എക്കണോമിസ്റ്റ്, അക്കൗണ്ടൻറ്റ്, അങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറിപ്പെട്ടവരെല്ലാം തന്നെ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസിൽ പെടും കേട്ടോ. ദെൻ ഇൻ്റർ പേഴ്സണലും ഇൻട്രാപേഴ്സണൽ, ഇതാണ് മിക്കവാറും കൂട്ടുകാർ തെറ്റിക്കുന്നത്. അപ്പോൾ ഇൻ്റർ പേഴ്സണൽ ഇതാണ് ഉത്തരം ഓർത്താൽ മതി. എബിലിറ്റി ടു ഇൻറ്ററാക്ട് ഇഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം, മറ്റുള്ളവർ ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയും, ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് സൈക്കോളജിസ്റ്റ് ആവും, പൊളിറ്റീഷ്യൻസ്, ദെൻ സെയിൽസ് പേഴ്സൺ, നെഗോഷിയേറ്റർ, ടീം മാനേജേഴ്സ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ഇൻട്രാ എന്ന് പറയുമ്പോൾ സ്വന്തം, വൺസ് ഓൺ ഫീലിങ്സ് ആൻഡ് ഗോൾസ് ആൻഡ് ആങ്സൈറ്റീസ്. അപ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ വീക്ക്നെസ്, സ്ട്രെങ്ത് എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ എന്ത് പറയുക, അതിന് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ചിലത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ രണ്ടിലും വരും, ഇൻ്ററിലും വരും, ഇൻട്രാ. അതൊക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുക. എന്തായാലും അത്ര കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തരില്ല, ക്ലിയർ ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട് കേട്ടോ. അപ്പോൾ 2-3 തന്നിട്ട് ഏതൊക്കെ ടൈപ്പാണെന്ന് കറക്റ്റ് ഓർഡർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. നിങ്ങൾ നോക്കുക, മാക്സിമം ഏതാ വരുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതൊന്നും ക്വസ്റ്റ്യൻസ് തരത്തില്ല, വ്യക്തമായിട്ട് ഉണ്ടാവും. ചിലപ്പോൾ ചോദിക്കുന്നത് ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസിനെ ബന്ധപ്പെട്ട ഒരു ഫീൽഡ് തരും, അതുപോലെ തന്നെ ഇൻ്റർ പേഴ്സണൽ തരും, അതുപോലെ തന്നെ വേറെ മ്യൂസിക്, അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ ചെയ്യുക, അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ നാച്ചുറുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പോകുന്ന ആൾക്കാർ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുർ ഇൻക്ലൂഡിങ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് അതർ എലമെൻറ്റ്സ് ഓഫ് നാച്ചുറൽ ലൈഫ്. ഇത് പേരിലൊന്ന് ഓർത്താൽ മതി, ഇത് ഫുൾ ഡെഫിനേഷൻ ഒന്നും പഠിക്കണമെന്നില്ല. നാച്ചുറൽ ഇൻ്റലിജൻസിനെ ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജിയോളജിസ്റ്റ്, ഗാർഡനർ, ദെൻ ഫാമേഴ്സ്, ബൊട്ടാണിസ്റ്റ്, ഇവരൊക്കെ എന്താണ്, ഏത് ഇൻ്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാം, നമുക്ക് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരാണ് പറയാം. ഇത്രയാണ് ആ 8 കോമൺലി ചോദിച്ച് വരുന്നത്. അപ്പോൾ കുത്തിയും ഡെഫിനിഷൻ പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, ആ വാക്കുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ച് പോവുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇദ്ദേഹം പിൻവലിച്ചു എന്നുള്ള കാര്യം, അത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, കപ്പാസിറ്റി ഫോർ കൺസെപ്ഷ്യലൈസിങ് ഓർ ടാക്ലിംഗ് ഡീപ്പർ ക്വസ്റ്റ്യൻസ് എബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മീനിങ് ഓഫ് ലൈഫ്, വൈ വി ബോൺ എക്സെട്ര. അപ്പോൾ ചിലവർക്കുണ്ട്, നമ്മൾ എന്തിനാണ് ജനിച്ചത്, നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്താണ്, അപ്പോൾ നമ്മുടെ ഡെത്ത് അല്ല, മരണാന്തര ജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ കുറച്ച് ടീമുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് അത്രയും നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, സയൻറ്റിഫിക്കായി ചില കാര്യം ഇതിന് ബന്ധപ്പെട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗാർഡനർ ഇത് പിന്നീട് ഇതിനെ വിഡ്രോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് നമുക്ക് നോക്കാം ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഉണ്ട്. ഇൻട്രിൻസിക്, ആ വാക്കുകൾ കണക്ട് ചെയ്യുക, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷനാണ്. പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം ചെയ്യാൻ ആരുടെ പുഷൊന്നും വേണം. അപ്പോൾ നീ പഠിക്കുന്നു പറയേണ്ട കാര്യം, കുട്ടി തന്നെ ഇരുന്ന് പഠിക്കാൻ കുട്ടിക്ക് എന്താണ്, കുട്ടി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ നാച്ചുറൽ മോട്ടിവേഷൻ ആണെന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ മോട്ടിവേഷൻ അസോസിയേറ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ദെയർ ഓൺ റോൾ. പ്രത്യേകിച്ച് നമ്മൾ ചില കുട്ടികളോട് ഈ ഒരു ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് തരാം, നമ്മൾ എന്തെങ്കിലും കൊടുക്കാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് ആ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഒരു റിവാർഡിന് വേണ്ടി ചെയ്യുന്നതാണ് അവിടെ അല്ലേ. സോ അവിടെ എന്താണ്, കുട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്ക് ചെയ്യണം, എനിക്കിത് പഠിക്കണം എന്നല്ല കുട്ടി ചിന്തിക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ എന്ത് പറയും, എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് കേട്ടോ. പക്ഷേ ഇൻട്രിൻസിക് ഒന്ന് ജെന്യൂൻ ആയിട്ട് വരുന്നത്, കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് കുറച്ച് എന്താ ഒരു പ്ലഷർ കിട്ടുവാണെങ്കിൽ അത് എന്ത് നമുക്ക് പറയാം, അത് എൻജോയ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അത് ഇൻട്രിൻസിക് മോട്ടിവേഷനാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജെന്യൂൻ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് കേട്ടോ. ദെൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ റിവാർഡിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം, അമ്മ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. സോ ആ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി മാത്രം, സോ എക്സ്റ്റേണൽ റിവാർഡിന് വേണ്ടി മാത്രമാണ് കുട്ടി പഠിക്കുന്നത്. സോ അതെന്ത് പറയാം, നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ആർട്ടിഫിഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ടാസ്കുമായിട്ട് ഒരു പ്രത്യേക ഒരു ആത്മബന്ധം അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നു, അത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ആ ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഒരു ജെന്യൂൻ ഇൻട്രസ്റ്റ് ഒന്നും ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ ഉണ്ടാവത്തില്ല. ഓക്കെ. ഫോർ ഗെറ്റിംഗ് സം എക്സ്റ്റേണൽ റിവാർഡ്സ് ഇൻസെൻറ്റീവ്സ്, ഒരു എക്സ്റ്റേണൽ റിവാർഡ്സോ ഇൻസെൻറ്റീവ്സോ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു, ഇൻസെൻറ്റീവ് മോട്ടിവേഷനും എന്നും പറയാറുണ്ട്. സോ എക്സ്ട്രിൻസിക് മോട്ടിവേഷനുണ്ട്, ആർട്ടിഫിഷ്യൽ മോട്ടിവേഷനും ഒന്നാണ്. ഇൻസെൻറ്റീവ്, എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കിട്ടാൻ വേണ്ടി ഓർത്താൽ മതി. ഇതെല്ലാം എന്താണ്, ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ദർ ആർ 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഇൻട്രിൻസിക്, ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക്, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനെ എൻജോയ് ചെയ്യും അല്ലേ, അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്സ്റ്റേണൽ റിവാർഡിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്താൽ മതി. കിട്ടിയല്ലോ.
അത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കാണാറുണ്ട് കേട്ടോ. ഇനി ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് പഠിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് കൂടുതൽ ചോദിച്ചു കാണുന്നത് എന്താണ്, ഏറ്റവും ബേസിൽ വരുന്നത് ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണ് എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗിൽ ഇതും സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസിൽ വരുന്നത് എന്ന് പറയുന്നത് ഏതാണ്, അത് സിഗ്നൽ ലേണിംഗ് ആണ്. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ്. പിന്നെ അതിൻ്റെ റേഞ്ചസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ്, മേ ബി നമുക്ക് എക്സാമിന് ചോദിക്കാം. താഴെ തന്നതിൽ ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് പെടാത്തത് ഏത്. അപ്പോൾ നമുക്കറിയാം 8 അതിൻ്റെ പേര് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ അല്ലാത്തത് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യണം, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചൈനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇതെല്ലാം എന്താണ് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് വരുന്നതാണ്. ഏറ്റവും ബേസിൽ വരുന്നത് ഏതാണ്, ഫസ്റ്റ് ലെവലായിട്ട് വരുന്നത് സിഗ്നൽ ലേണിംഗ്, ഇതിന് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എന്താണ്, പ്രോബ്ലം സോൾവിംഗ്. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു 4 ഫാമിലി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, മാർഷാവേലും ബ്രൂസ് ജോയ്സിൻ്റെയാണ് ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ വരുന്ന ആ ഒരു 4 ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഉണ്ട്, പേഴ്സണൽ ഫാമിലി ഉണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി ഉണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഫാമിലി എന്നും പറയാം, മോഡൽ എന്നും പറയാം കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 4 ഒരു കാറ്റഗറൈസേഷനും കൂടി പഠിച്ചു വെച്ചേക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ. എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡലിൻ്റെ കാര്യം ഓർക്കുക. അതിൽ പറയുന്ന ഒരു 6 എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ, ഒരു 6 എലമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻ്റ് എഫക്റ്റ്. ഇതും 6 പഠിക്കണേ. അപ്പോൾ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡലിൽ, അത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ എലമെൻറ്റ്സിൽ വരുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ഇതിൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടീച്ചിങ് മോഡലിൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്കസ് എന്ന് പറയുക കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഒറ്റ പോയിന്റ് മതി. ദെൻ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ദ ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസ്. ഓക്കെ, ഇതൊരു പ്രസൻറ്റേഷൻ ആസ്പെക്റ്റ് ഓഫ് ടീച്ചിങ് ആണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് സ്റ്റേജസ് എന്ന് പറയുന്നത് ഏതാണ്, വിച്ച് റെഫേഴ്സ് ടു സ്റ്റേജസ് ഓഫ് ദ ടീച്ചിങ് മോഡൽ എന്ന് ചോദിക്കണം. അത് എന്താണത്, സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ അത് സിൻടാക്സ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ഹിൻറ്റ് മതി. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ചോദിക്കുകയാണെങ്കിൽ ഫോക്കസ് ആണ്, സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് ചോദിക്കുകയാണെങ്കിൽ സിൻടാക്സ് ആണ്. ഇനി നോക്കൂ, സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ പീപ്പിൾ. ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതെന്താണത്, സോഷ്യൽ സിസ്റ്റമാണ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ അത് ഓർത്താൽ മതി. ടീച്ചർ റിയാക്ട് ടു റെസ്പോൺസ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ്, ടീച്ചർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷനിൽ വരിക. ഓക്കെ, ദെൻ സപ്പോർട്ട് സിസ്റ്റം, ഇറ്റ് റെഫേഴ്സ് ടു ദി അഡീഷണൽ റിക്വയർമെൻറ്റ്സ് അതർ ദാൻ ദ ഫെസിലിറ്റീസ് യൂഷ്വലി അവൈലബിൾ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മളൊരു ഗോൾ അല്ലെങ്കിൽ നമ്മളൊരു മോഡലുമായി ബന്ധപ്പെട്ട ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം അല്ലാതെ നമ്മൾ എന്തെല്ലാം അഡീഷണൽ റിക്വയർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു അതെല്ലാം നമ്മൾ എന്ത് പറയാം, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അഡീഷണൽ റിക്വയർമെൻറ്റ്സ് അതർ ദാൻ ദ ഫെസിലിറ്റീസ് യൂഷ്വലി അവൈലബിൾ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുക, നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെല്ലാം അഡീഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ക്ലാസ്സിൽ കിട്ടുന്ന ബുക്സോ മറ്റു കാര്യങ്ങളൊന്നും അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എന്തെല്ലാം യൂസ് ചെയ്യുന്നു അതെല്ലാം നമ്മൾ എന്ത് പറയാം, സപ്പോർട്ട് സിസ്റ്റത്തിൽ പറയാം. സോ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എന്നൊരൊറ്റ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി 2 എഫക്റ്റാണ്, ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റും ഉണ്ട്, നർച്ചൂറൻറ്റ് ഇഫക്റ്റും ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കത് ഡയറക്റ്റ് ഇഫക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മോഡലിൽ നിന്ന് നമ്മൾ എന്താണാവോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവം ആണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ഡയറക്റ്റ് ഇഫക്റ്റ് ഓഫ് ദ മോഡൽ വിച്ച് റിസൾട്ട്സ് ഫ്രം ദ കണ്ടന്റ് സ്കിൽസ് ഓൺ ദ ആക്ടിവിറ്റീസ് ആർ ബേസ്ഡ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സംഭവം എന്താണോ നമ്മൾ അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അതാണെങ്കിൽ വന്നതെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ഇഫക്റ്റ് എന്ന് പറയാം. നർച്ചൂറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയാം, അത് നർച്ചൂറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡയറക്റ്റ് ഇഫക്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദി ആ ഒരു നമ്മുടെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലാതെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കുട്ടിക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയാം, നർച്ചൂറൻറ്റ് ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ദീസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ദേ ആർ ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ഓഫ് ദ മോഡൽ അതർ ദാൻ ടീച്ചർ ഇൻറ്റൻറ്റ് ടു അച്ചീവ് ത്രൂ ദ മോഡൽ. അപ്പോൾ ടീച്ചർ ഒരു മോഡലിലൂടെ എന്താണാവോ അച്ചീവ് ചെയ്യാൻ അതിന് കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് എന്ന് ഉദ്ദേശിച്ചാൽ മതി നർച്ചൂറൻറ്റ് ഇഫക്റ്റ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അതെല്ലാം ഒരുപാട് ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏകദേശം 1 hour ആവാറായി. പിന്നെ അങ്ങോട്ട് ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്തും ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കാം. ആരുടേതാണ് പഠിച്ചത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വില്യം കിൽപാട്രിക്. എ പ്രോജക്റ്റ് മെത്തേഡ് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ ചോദിച്ചു, ഡാഷ് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് പ്രോജക്റ്റ് മെത്തേഡാണ്. ഈ ഒരു ഡെഫിനിഷൻ തന്നത് ആരാണ്, അതും പ്രീവിയസ്ലി ചോദിച്ചാണ്, വില്യം കിൽപാട്രിക് ആണ്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. JS സ്റ്റീവൻസന്റെ ഡെഫിനിഷനാണ്. എ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരി ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്സ്. ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ കൊടുത്തത് JS സ്റ്റീവൻസൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പ്രോജക്റ്റ് മെത്തേഡ് 5 സ്റ്റെപ്പുകൾ പഠിക്കണം കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം, പ്രോജക്റ്റ് മെത്തേഡ് ആദ്യം നമ്മൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം. സോ സെലക്ഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ട് വരുന്ന 5 സ്റ്റെപ്സ്. ഓക്കെ, സെലക്ഷൻ ഓഫ് ദ പ്രോജക്റ്റ്, പ്രോപ്പർ പ്ലാനിങ്, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവാലുവേഷൻ ചെയ്യുന്നു, റെക്കോർഡിങ്. ഇതാണ് 5 സ്റ്റെപ്സ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡിൽ സിമ്പിളായിട്ട് പറയുന്ന 5 സ്റ്റെപ്പ്. ഇനി അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കരിക്കുലത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ണിങ്ഹാമിൻ്റെ ഡെഫിനിഷനാണ്. കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ ഇൻ ഹിസ് സ്റ്റുഡിയോ ദ സ്കൂൾ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് ദ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഹാൻഡിൽ ടൂൾ. ഇപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ടീച്ചറെയാണ് കേട്ടോ. ടു മോൾഡ് ഹിസ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് തൻ്റെ ഒരു ശില്പിനെ എങ്ങനെയാണാവോ കറക്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ബേസ് അല്ലെങ്കിൽ എങ്ങനെയാണാവോ അതിനെ ഒന്ന് വാർത്തെടുക്കുന്നത്, അതുപോലെയാണ് കരിക്കുലത്തിൽ ടീച്ചേഴ്സ് അല്ല. അപ്പോൾ ടീച്ചർ ആ രീതിയിൽ മോൾഡ് ചെയ്ത് എടുക്കുന്നത് എന്ന രീതിക്കാണ് അർത്ഥം വരുന്നത് കേട്ടോ. ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്, ദ ടീച്ചർ ടു മോൾഡ് ഹിസ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്യൂപ്പിൾ അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽ ഒബ്ജക്റ്റീവ് ഇൻ ഹിസ് സ്റ്റുഡിയോ. സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് തൻ്റെ ചിത്രം എടുക്കുന്നത്, അപ്പോൾ അതുപോലെയാണ് എന്നാണ് അവിടെ ഒരു മീനിങ് വരുന്നത് കേട്ടോ. സോ ഇവിടെ ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ചത് ആരെയാണ്, ടീച്ചറിനെയാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. മെറ്റീരിയൽ എന്താണ്, പ്യൂപ്പിളാണ്. ഐഡിയൽ എന്ന് ഉദ്ദേശിച്ചത് ഒബ്ജക്റ്റീവ് ആണ്. സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിച്ചത് ദ സ്കൂളാണ്. In this way, the teacher uses the curriculum as a means to shape the student guided by their educational goals and the school environment. ഈ ഒരു വ്യൂ പ്രകാരമാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത് കരിക്കുലത്തിനെ യൂസ് ചെയ്യുന്നു ആസ് എ മീൻസ് ടു ഷേപ്പ് ദ സ്റ്റുഡൻറ്റ്. കുട്ടികളെ ഷേപ്പ് ചെയ്യുന്നു. ദെൻ ഗൈഡഡ് ബൈ ദർ എഡ്യൂക്കേഷണൽ ഗോൾസ്. നമുക്ക് പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള, നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ കുട്ടികളെ എന്തെങ്കിലും മോൾഡ് ചെയ്ത് എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് കരിക്കുലം എന്നാണ് പറയുന്നത്. സോ ഇത് കണ്ണിങ്ഹാമിൻ്റെ ഒരു ഡെഫിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ കരിക്കുലം എന്ന ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അടുത്തത് ടീച്ചിങ് എയ്ഡ്സ് ആണ്. അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും 3-4 ടീച്ചിങ് എയ്ഡ്സ് തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നതിൽ ആക്ടിവിറ്റി എയ്ഡ് ഏതാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. എങ്ങനെ ചോദിച്ചാലും ഈ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് എയ്ഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ഉണ്ട്, ആക്ടിവിറ്റി എയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റഡ് എയ്ഡിൽ പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഫിലിം പ്രൊജക്ടറാണ്, ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ, സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ട്, ഓവർ ഹെഡ് പ്രൊജക്ടർ, ടെലിവിഷനും LCD പ്രൊജക്ടർ, എപ്പിസ്കോപ്പ് ഇത്രയും പ്രൊജക്റ്റഡ് എയ്ഡിൻ്റെ കാറ്റഗറൈസേഷനിൽ വരുന്നതാണ്. ഇത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ് ഗ്രാഫിക് എയ്ഡ്സ്. അപ്പോൾ അവിടെ ഗ്രാഫ്സും ഡയഗ്രാംസും ചാർട്ട്സ് എല്ലാം വരുന്ന ഗ്രാഫിക് എയ്ഡ്സിൻ്റെ കാറ്റഗറിയിലാണ്. ഡിസ്പ്ലേ ബോർഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാറ്റഗറി വരുന്നതാണ് ബ്ലാക്ക് ബോർഡ്സ്, പിക് ബോർഡ്സ്, ഫ്ലാനൽ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, മാർക്കർ ബോർഡ് ഇതെല്ലാം വരുന്നത് ഡിസ്പ്ലേ ബോർഡിൻ്റെ കാറ്റഗറിയിലാണ്. 3D എയ്ഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ്, മോഡൽസ്, ഒബ്ജക്റ്റ്, സ്പെസിമെൻ, ഡയോറമ, പപ്പറ്റ്സ്, ഗ്ലോബ് ഇതെല്ലാം 3D എയ്ഡ്സിൽ വരുന്നതാണ്. ദെൻ ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേഡിയോയും ടേപ്പ് റെക്കോർഡറാണ് അല്ലേ. ദെൻ ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫീൽഡ് ട്രിപ്പ്, എക്സേർഷൻ, എക്സിബിഷൻ, ഡെമോൺസ്ട്രേഷൻ, മ്യൂസിയം, പ്ലാനറ്റേറിയം, ദെൻ കമ്പ്യൂട്ടർ സീരീസ് എല്ലാം എന്താണ് ആക്ടിവിറ്റി എയ്ഡിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. മേ ബി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഈസി ആയിട്ട് കിട്ടും. കാരണം പ്രൊജക്റ്റഡ് എയ്ഡ്സ് മിക്കവാറും നിങ്ങൾക്ക് ഒരിക്കൽ വൈകിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കുറച്ച് അധികം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് പ്രൊജക്റ്റഡ് എയ്ഡ്. ദെൻ നോൺ പ്രൊജക്റ്റഡ് എയ്ഡിൽ വരുന്ന 4 ക്ലാസിഫിക്കേഷൻ: ഗ്രാഫിക് എയ്ഡ്, ഡിസ്പ്ലേ എയ്ഡ്, 3D എയ്ഡ്, ഓഡിയോ എയ്ഡ് അല്ലേ. ഈ ഗ്രാഫിക്കിൽ വരുന്ന ഗ്രാഫ്, ഡയഗ്രാമും ചാർട്ട്സ്
ഡിസ്പ്ലേ ബോർഡ് മിക്കവാറും അതിൻ്റെ അറ്റത്ത് ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ, പെഗ് ബോർഡ്, ഫ്ലാനൽ ബോർഡ്, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. 3D എയ്ഡ് ഏതാണ്, ഇപ്പോൾ താഴെ തന്നത് 3D എയ്ഡ് ഏതാണെന്ന് എക്സാം ചോദിച്ചു കേട്ടോ. മോഡൽസ്, ഒബ്ജക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ ആക്ടിവിറ്റി എയ്ഡ്സിൻ്റെ എക്സാമ്പിൾ, ഫീൽഡ് ട്രിപ്പ്, എക്സേഷൻ, എക്സിബിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. കിട്ടിയല്ലോ. ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ദെൻ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഓർക്ക് ഒക്കോസ് ത്രൂ ഔട്ട് ദ ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ്സിൽ നടത്തുന്നതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അത് എന്താണ്, ഫോർമേറ്റീവ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ക്ലാസ് ആക്ടിവിറ്റീസ് എല്ലാം ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗിൽ പെടും. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണത്, വാട്ട് ദ സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്, കുട്ടി എന്താണ് ലേൺ ചെയ്തു എന്നുള്ള കാര്യമാണ് അസസ് ചെയ്യുന്നത്. സോ ഇതെന്താണ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു സർട്ടിഫൈ സ്റ്റുഡൻസ് കോമ്പീറ്റൻസ്, കുട്ടികളുടെ കോമ്പീറ്റൻസ് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ ഗ്രേഡ്സ് കൊടുക്കാനും സ്കോറൊക്കെയാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ ടേം ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലാണ് നമുക്ക് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗിൽ പറയാം. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഓൺ ലേണിങ്ങിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ മോണിറ്ററിങ് ഓഫ് ഓൺ, സ്വന്തം ലേണിങ്ങിന് വിലയിരുത്താനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോർ ലേണിംഗ് ഓർക്കുക ഫോർമേറ്റീവ്, ഓഫ് ലേണിംഗ് എന്താണ് സമ്മേറ്റീവ്, ഇത്ര മതി കേട്ടോ. ദെൻ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അത് ഫോർമേറ്റീവ് ആണ്. ദെൻ എൻഡ് ഓഫ് ദ സെഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണത്, സമ്മേറ്റീവ് ആണ് വരുന്നത്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണത്, സെൽഫ് അസസ്മെൻറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കൂ. A test which helps to find out the learning difficulties of children so as to follow remedial measure is called diagnostic test. അപ്പോൾ എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? ഒരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, which helps to out the learning difficulties of the children. ഒരു ടെസ്റ്റ് നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുക. സോ ആസ് ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ്, അപ്പോൾ ഒരു കുട്ടികൾക്ക് എവിടെയാണ് ഡിഫിക്കൽറ്റി എന്നുള്ളത് മനസ്സിലാക്കുന്ന റെമഡിയൽ മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇത് 4-1 മാറിപ്പോത് ശ്രദ്ധിക്കുക. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദ ലേണർ ഡിഫിക്കൽട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ടി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിന് പറ്റിയ ഒരു പരിഹാരം കൂടി കൊടുക്കും. സോ റെമഡിയൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊടുക്കുന്നത്. അത് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. ദെൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ പറഞ്ഞാൽ എന്താണ്, ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ്സ് നടത്തുന്നതാണ്. അതെന്താണ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. ദെൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ പറയുമ്പോൾ എന്താണ്, എൻഡ് ഓഫ് ദി ലേണിംഗ് പ്രോസസ്സിൽ നടത്തുന്നതാണ്. അതെന്താണ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. തെറ്റിപ്പോകരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. CCE പറഞ്ഞാൽ എന്താണ്, ഓവറോൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്കോളാസ്റ്റിക്കും കോ സ്കോളാസ്റ്റിക്കും ഏരിയാസ് എല്ലാം ഇൻക്ലൂഡായി വരുന്നതാണ്. ഇനി അടുത്ത് നോക്കൂ, സോഷ്യോമെട്രി. ഇത് മെയിനായിട്ടും ഇത് സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സോഷ്യോമെട്രി. ഒറ്റ പോയിന്റ് മതി കേട്ടോ. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്, JL മൊറീനോ ഓൺ ഡെവലപ്പേഴ്സ്. സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ഈസ് ടു യൂസ്ഡ് ഫോർ ടു മെഷർ സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് JL മൊറീനോ. അത്ര മതി കേട്ടോ. ഇതിൻ്റെ കാറ്റഗറൈസേഷനാണ് സ്റ്റാർസ്, ക്ലിക്ക്, മ്യൂച്വൽസും ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർസ്, ക്ലിക്സ്, മ്യൂച്വൽസ്, ഐസൊലേറ്റ്സ്, ഈ 4 എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹു ആർ ചൂസൺ ബൈ മെനി, കുറേ പേര് സെലക്ട് ചെയ്തൊരു കുട്ടിയെ നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാർ എന്ന് പറയും കേട്ടോ. ഇതിന് ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഹൂസ് ആർ ചൂസൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദംസെൽസ്. അപ്പോൾ ക്ലിക്സ് പറഞ്ഞാൽ ഇത്രയോട് നോക്കി ഇവിടെ 5, അത് റോൾ നമ്പർ വിചാരിക്കുക. 5 എന്ന് പറയുന്ന കുട്ടി, അപ്പോൾ 8 എന്നിട്ട് റോൾ നമ്പർ കുട്ടി സെലക്ട് ചെയ്യുന്നു, 8, 4 അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ 3 പേരുടെ ചെറിയൊരു ഗ്രൂപ്പ് പോലെ അങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ എന്തെന്ന് പറയുക, ക്ലിക്ക് എന്ന് പറയാം. ഇനി മ്യൂച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻഡിവിജ്വൽ ചൂസൺ റെസിപ്രോക്കൽ. അതിന് A ബീനെ സെലക്ട് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, B എനെ സെലക്ട് ചെയ്യുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വൽസ് എന്ന് പറയും. ഐസൊലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹു ആർ നോട്ട് ചൂസൺ ബൈ എനിവൺ, ആരും സെലക്ട് ചെയ്യാത്ത ഒരാളിനെ നമ്മൾ എന്തെന്ന് പറയുക, ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾ, ഐസൊലേറ്റ് കേട്ടോ. അപ്പോൾ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹു ആർ ചൂസൺ ബൈ മെനി, കുറേ പേര് സെലക്ട് ചെയ്ത ആൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർസ് ഓർത്ത് വെച്ചേക്കുക, ഹു ആർ ചൂസൺ ബൈ മെനി ആണ്. ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഹു ആർ ചൂസൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദംസെൽസ്. മ്യൂച്വൽസ് ആണെങ്കിൽ 2 ഇൻഡിവിജ്വൽസ് ചൂസൺ റെസിപ്രോക്കലി ആണെന്ന് പറയാം. ഐസൊലേറ്റ്സ് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ളവർ, ഹു ആർ നോട്ട് ചൂസൺ ബൈ എനിബഡി. ഇനി അടുത്തത് ആക്ഷൻ റിസർച്ച് ആണ്. ഡെവലപ്പ് ചെയ്തത് ആരാണ്, സ്റ്റീഫൻ M. കോറി. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചാണ്. ഇതിൻ്റെ സ്റ്റെപ്സ് കേട്ടോ.
അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ എ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ സ്പെസിഫൈങ് ദ പ്രോബ്ലം, ലിസ്റ്റിംഗ് പ്രോബ്ലം കോസ് ഓഫ് ദ പ്രോബ്ലം, ഹൈപ്പോത്തസിസിങ്, ദെൻ ആക്ഷൻ പ്ലാൻ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. ഇത്രയാണ് ആക്ഷൻ റിസർച്ച് വരുന്നത്. അപ്പോൾ ആദ്യം ഓർത്ത് വെച്ചേക്കുക, ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റീഫൻ എം കോറി മനസ്സിൽ ഓടി വരണം. ദെൻ സ്റ്റെപ്സ് തന്നിട്ട് ഏതാ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ചോദിക്കണം. മിക്കവാറും ഫസ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കറിയാം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് എത്താൻ പറ്റൂ. സോ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ദെൻ സ്പെസിഫൈ ചെയ്യുക, എന്താ പ്രോബ്ലം കറക്റ്റായി സ്പെസിഫൈ ചെയ്യുക. ദെൻ ആ പ്രോബ്ലത്തിൻ്റെ പ്രോബബിൾ കോസസ് എന്തായിരിക്കും കാരണം എന്നുള്ള കാര്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹൈപ്പോത്തസിസിലേക്ക് എത്തുക. അതിനുശേഷം ആക്ഷൻ പ്ലാൻ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരുപാട് ഡീപ്പിലോട്ട് പോകേണ്ട കാര്യങ്ങളില്ല, ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലാസ്റ്റ് ഏതാണ്, ഏകദേശം അതിനൊരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മുടെ മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ്, ഫാദർ ഓഫ് മൈക്രോ ടീച്ചിങ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. DW അലൻ ആണ് കേട്ടോ. ദെൻ മൈക്രോ ടീച്ചിങ് നമുക്കറിയാം, സ്കെയിൽ ഡൗൺ വേർഷൻ ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് എ സ്കെയിൽ ഡൗൺ വേർഷൻ ഓഫ് ടീച്ചിങ് ആണ്. ടിപ്പിക്കലി എന്താണ്, വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് 5 to 10 ആൻഡ് എ ഷോർട്ട് ടീച്ചിങ് ടൈം. നമ്മളൊക്കെ BEd പഠിക്കുന്ന സമയത്ത് നമ്മൾ മൈക്രോ ടീച്ചിങ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ പറയേണ്ട കാര്യമില്ല അല്ലേ. ഇറ്റ് ഫോക്കസ് ഓൺ സ്പെസിഫിക് ലേണിംഗ് സ്കിൽസ് ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്. കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അലോവിങ് ടീച്ചേഴ്സ് ടു പ്രാക്ടീസ് ആൻഡ് റിഫൈൻ ദ ടെക്നിക്സ് വിത്ത് ഫീഡ്ബാക്ക്. പ്രോപ്പർ ഫീഡ്ബാക്കിലൂടെ അവർ ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. സ്കെയിൽ ഡൗൺ വേർഷൻ ഓഫ് ടീച്ചിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈക്രോ ടീച്ചിങ്, ഫാദർ ഓഫ് മൈക്രോ ടീച്ചിങ് DW അലൻ. അത്ര മതി കേട്ടോ. ഇനി അടുത്തത് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. അപ്പോൾ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറായിട്ട് പറയാൻ പറ്റുന്നത് അല്ലാത്തത് ഏതാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് വരിക? അപ്പോൾ നമുക്ക് റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഈ മൂന്നും നമ്മൾ ഗുഡ് ടെസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റിൽ പഠിക്കുന്ന സംഭവങ്ങളാണ് ഈ 3 എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ ഡിഫറെൻറ്റ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പെടാത്തത് ഏതാണ് എന്നാണ് ഇൻഡയറക്റ്റായി ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ D ആപ്റ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ D ആപ്റ്റിറ്റ്യൂഡ് ആണ്. സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഈ മൂന്നും മിക്കവാറും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റിലയബിലിറ്റി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൺസിസ്റ്റൻസി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തോ അത് റിലയബിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ റിലയബിലിറ്റി റെഫേഴ്സ് ടു കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് ടൂളിൻ്റെ കൺസിസ്റ്റൻസി ആണ് പറയുന്നതെങ്കിൽ അത് റിലയബിലിറ്റി ആണെന്ന് പറയാം. ദെൻ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ whether a test measures what is claimed to measure and what is intended to measure എന്ന് പറയുകയാണെങ്കിൽ അവർ എന്താണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് അളക്കാൻ പറ്റുമെങ്കിൽ അതെന്താണ് വാലിഡിറ്റി എന്ന് പറയാം, വാലിഡ് ആണെന്ന് പറയാം ടെസ്റ്റ്. സോ ആ ഒരു പോയിന്റ് ഓർക്കുക. ദെൻ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ് അല്ലെങ്കിൽ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സാമിനേഴ്സ് ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ ഒരു ടെസ്റ്റിൽ പേഴ്സണൽ ബയസ് ഒന്നും പറ്റത്തില്ല അല്ലേ. സോ അത് തന്നെയാണ് ഈ ഒബ്ജക്റ്റിവിറ്റിയിൽ പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി എൻഷുവേഴ്സ് ദാറ്റ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ അൺബയസ്ഡ് ആൻഡ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സാമിനേഴ്സ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റിലയബിലിറ്റിയാണ് കൂടുതലും ചോദിക്കാറ്. റിലയബിലിറ്റി പറയുമ്പോൾ കൺസിസ്റ്റൻസി ഒറ്റ ബാക്കി കണക്ട് ചെയ്യുക, വാലിഡിറ്റിയും പഠിക്കുക, ദെൻ ഒബ്ജക്റ്റിവിറ്റി. 3 റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ 3 ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് ചെയ്തതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റേജസ് അതൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ പ്രീവിയസ് അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം 10+2 എന്ന സംഭവമായിരുന്നു കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണതോ 10+2 സിസ്റ്റം ടു ബി റീപ്ലേസ്ഡ് ആയി കഴിഞ്ഞു. ഇനി എന്താണ് 5+3+3+4 എന്ന സംഭവമാണ്. ഈ സംഭവം പഠിക്കുക, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5+3+3+4 എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 5+3+3+4 ആണ്. ദ കറൻറ്റ് 10+2 സിസ്റ്റം ടു ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ 5+3+3+4 കരിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഏജസ്, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു സംഭവത്തിൽ 10+2 പോയി ഈ സംഭവം കേട്ടോ തിരിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 5+3+3+4 ഇതിങ്ങനെ തന്നെ പഠിക്കണം, മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് 5 years എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ വയസ്സ് നോക്കുക, ഏജ് 3 to 8 ആണ് പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്, 8 to 11 years ആണ്, അത് 3 വർഷം അല്ലേ. ദെൻ മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏജ് 11 to 14 അതും 3 വർഷമാണ് അല്ലേ. ദെൻ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏജ് 14 to 18 അങ്ങനെയാണ് 5+3+3+4
3+4 എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവർ ഏജ് ലിമിറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. ഇതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അല്ലേ. കിട്ടിയല്ലോ. അപ്പം മതി എന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഓടി ഇങ്ങനെ റിവൈസ് ചെയ്തു. ഇത് തന്നെ 1 hour എബോ ആയി ക്ലാസ് പോയിട്ടുണ്ട്. ബോറടിച്ചോ? അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്തപ്പോൾ ഇത്രയും സമയമായി പോയതാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേ പറ്റൂ കേട്ടോ എക്സാമിന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്, ഈ ഓരോരോ സംഭവത്തിനും ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന മോക്ക് ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലിങ്ക് താഴെ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ ഇനി നമ്മുടെ ഈ ഒരു മെത്തഡോളജി ഒരു മാരത്തോൺ കൂടി വേണോ, അല്ലെങ്കിൽ മെത്തഡോളജി മൊത്തത്തിൽ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു മോക്ക് ടെസ്റ്റും കൂടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മെത്തഡോളജി പാർട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ദെൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കീപ് വാച്ചിങ്. താങ്ക് യു.